തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിലും എൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ വളരെ ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിൽ 700 കോടി രൂപയുടെ അഴിമതിയാണ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞാൻ ഉന്നയിച്ച ഈ ആരോപണം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ എല്ലാ തുടർ നടപടികളും ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മെയ് മാസത്തിൽ കൂടുതൽ വെക്കേഷന് ശേഷം കൂടുതൽ വാദം കേൾക്കാൻ വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്നലെ ഞാൻ ഈ ആരോപണം ഉന്നയിച്ച ശേഷം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ ഒറ്റ ടെൻഡർ ആയതുകൊണ്ടാണ് ടാറ്റ കൺസൾട്ടൻസിയെ ഒഴിവാക്കി, സിംഗിൾ ബിഡർ ആയതുകൊണ്ട് ഒഴിവാക്കിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മന്ത്രിയുടെ വാദം തികച്ചും തള്ളിക്കളയേണ്ട ഒന്നാണ്. ഈ പൊതു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ, വാസ്തവത്തിൽ പൊതു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സോഫ്റ്റ്വെയർ നൽകുകയും ചെയ്തു. കേരള ഗവൺമെൻറ് തീരുമാനിച്ചു അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സോഫ്റ്റ്വെയർ എടുക്കണ്ട, നമുക്കൊരു സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്യാം. അതിനൊന്നും നമ്മളെതിരല്ല, അത് നല്ല കാര്യമാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഇവിടെ തന്നെ നിർമ്മിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ നിരവധി തവണ അപേക്ഷ ക്ഷണിച്ചിട്ടും ഒരു കമ്പനി പോലും വന്നില്ല. അങ്ങനെ യോഗ്യതയിൽ ഇളവ് വരുത്തിയപ്പോഴാണ് ഏക ബിഡറായി ടാറ്റ കൺസൾട്ടൻസി വന്നത്. പുതിയ കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഏക ബിഡറാണെങ്കിലും അത് അംഗീകരിക്കാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്താണ് കേന്ദ്ര നിയമം? സംസ്ഥാന ഗവൺമെൻറ് നിരവധി കൂടിയാലോചന നടത്തി ശേഷമാണ് ടാറ്റ കൺസൾട്ടൻസിയെ എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും സോഫ്റ്റ്വെയർ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തത്. എടുക്കുക മാത്രമല്ല, സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവും പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ സർക്കാർ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ ശേഷം പിന്നീട് ഏക ബിഡർ എന്ന ന്യായത്തിൽ ഒഴിവാക്കിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇന്നലെ തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ ഇതിനാധാരമായ എല്ലാ രേഖകളും ഞാൻ പത്ര സുഹൃത്തുക്കൾക്ക് നൽകുകയുണ്ടായി. അപ്പോൾ ഇത് ഒരു ഗുരുതരമായ തെറ്റായ ഒരു കാര്യമാണ്. ഇതേ തുടർന്ന് ഇത് ക്യാൻസൽ, ഞാൻ ടാറ്റ കൺസൾട്ടൻസിക്ക് വേണ്ടി പറയേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല, ഞാൻ ബാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തെ ക്രമക്കേടുകളാണ്. ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടമാണ് അഴിമതിയിലേക്ക് വരുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ടെൻഡർ രേഖപ്രകാരം ഈ പ്രോജക്റ്റ് സംസ്ഥാനത്തെ 1612 PACS സംഘങ്ങളുടെയും അവയുടെ ശാഖകളും ചേർത്ത് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിലാണ് സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. 280 ശാഖകൾക്ക് പൈലറ്റ് ഘട്ടം മാത്രമായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അതിനുശേഷം സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ സംഘങ്ങളെയും ഈ സോഫ്റ്റ്വെയർ നടപ്പാക്കൽ കരാറിൻ്റെ ഭാഗമായി വരികയുണ്ടായി. കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ്, മെയിൻ്റനൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവ 7 വർഷത്തോളം നൽകുന്ന ഒരു ടെൻഡറായിരുന്നു ഇത്. എന്നാൽ പദ്ധതിയുടെ രണ്ടാം ബിഡിലും ശക്തമായ കള്ളക്കളികളാണ് പുറത്തു വന്നത്. ദിനേശ് BD സഹകരണ സംഘത്തെയാണ് കേരള സർക്കാർ രണ്ടാം ബിഡിങ്ങിൽ അവസാനം പ്രോജക്റ്റ് ചുമതല ഏൽപ്പിക്കുന്നത്. എന്നാൽ ദിനേശ് BD സഹകരണ സംഘം സമർപ്പിച്ചതിനേക്കാൾ 4/1 തുക മാത്രം കോട്ട് ചെയ്ത
മറ്റൊരു സംഘം, മറ്റൊരു കൺസോർഷ്യം. ആ കൺസോർഷ്യം മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവരെ ഒഴിവാക്കിയിട്ടാണ് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ഇത് നൽകിയത്. തികച്ചും അവ്യക്തമായി സർക്കാർ വിളിച്ച ടെൻഡറിൽ, അതുപോലെ തന്നെ വ്യക്തതയില്ലാത്ത ടെൻഡറാണ് ദിനേശ് ബി ഡി സഹകരണ സംഘം സമർപ്പിച്ചത്. അപ്പോൾ ഈ കരാറ് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് നൽകണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് സഹകരണ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും പ്രവർത്തിച്ചത്. 4415 പ്രാഥമിക ബാങ്ക് ശാഖകൾക്ക് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചപ്പോൾ ദിനേശ് സഹകരണ സംഘം സമർപ്പിച്ചത് 250 ശാഖകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് 49.9 കോടി രൂപയുടെ ബിഡാണ്. അതേസമയം മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി മിഡ്കോ നൽകിയത് 4415 ശാഖകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് 231.7 കോടി രൂപയുടെ ബിഡ്. ഏതാണ്ട് ടാറ്റ കൺസൾട്ടൻസിയുമായി ഒത്തുനിൽക്കുന്ന ഒരു ബിഡാണ് ഈ മിഡ്കോ നൽകിയത്. സാങ്കേതിക പരിശോധനകളിൽ ഈ 2 ബിഡുകളും പാസ്സാവുകയും ഫൈനാൻഷ്യൽ ബിഡിങ്ങിൽ കുറഞ്ഞ കോട്ട് ചെയ്ത ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ഇത് നൽകുകയും ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ടെൻഡർ ക്ഷണിച്ചത് 280 ശാഖകൾക്കാണോ 4415 ശാഖകൾക്കാണോ എന്ന കമ്പനിയുടെ അന്വേഷണത്തിൽ കൃത്യമായ മറുപടി നൽകാതെ രജിസ്ട്രാറും മന്ത്രിയും ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുകയായിരുന്നു. 250 ശാഖകൾക്കാണ് നൽകേണ്ടതെങ്കിൽ ആനുപാതികമായി കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാമെന്ന് മിഡ്കോ കത്ത് നൽകിയതാണ്. എന്നാൽ അത് പരിഗണിക്കാതെ CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് കരാർ നൽകാൻ ഗവൺമെൻറ് മുൻകൂട്ടി തന്നെ തീരുമാനമെടുത്തു. അപ്പോൾ നമ്മൾ കണക്ക് വെച്ച് നോക്കിയാൽ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് സമർപ്പിച്ചിരിക്കുന്ന ബിഡ് അനുസരിച്ച് ഒരു ശാഖയിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് ചെലവ് 17.8 ലക്ഷം രൂപയാണ്. അതേസമയം മിഡ്കോ 4415 ശാഖകളിൽ സ്ഥാപിക്കാൻ നൽകിയ ബിഡ് വെച്ച് നോക്കുമ്പോൾ 5.2 ലക്ഷം രൂപ മാത്രമാണ്. എന്ത് ഡിഫറൻസാണ്! അപ്പോൾ ഈ ബിഡിനെ അട്ടിമറിച്ചാണ് 3 ഇരട്ടി ചെലവിൽ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് കോൺട്രാക്റ്റ് നൽകാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പം 280 ശാഖകളുള്ള പൈലറ്റ് ഘട്ടത്തിലുള്ള ചെലവിൽ കോട്ട് നൽകി. പിന്നീട് 1612 സംഘങ്ങളും 4415 ശാഖകളും ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാനത്തെയും ഈ പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള അവകാശം നേടുന്ന രീതിയിൽ ടെൻഡർ പ്രക്രിയ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയുമാണ്.